Hi all, welcome to Words of Inspiration. അപ്പൊ ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ച് പറയാമെന്ന് അറിയാമോ? ഇന്നിപ്പോ 2-3 ദിവസമായിട്ട് പത്രത്തിലൊക്കെ വരുന്ന വാർത്ത എന്താണെന്ന് അറിയാമോ? അഡിക്ഷൻ. അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യം ഓവറായിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് അത് നമുക്ക് അതില്ലാതെ പറ്റത്തില്ല എന്നാവും. ഓക്കെ, സോ ഒരു അച്ഛനാണെങ്കിൽ അച്ഛൻ ഫോൺ കളിക്കാൻ കൊടുക്കാത്തതിന് അവരുടെ അമ്മേനെ ഉപദ്രവിച്ചു. അവരുടെ അമ്മ ഇപ്പൊ ആശുപത്രിയിലാണ്. അച്ഛൻ അവരുടെ അമ്മേനെ ഉപദ്രവിച്ചു. സോ അച്ഛൻ ഇങ്ങനെ ഉപദ്രവിച്ചു. ഓക്കെ, സോ എന്താ ശരിക്കും ഉണ്ടായെന്ന് വെച്ചാൽ അച്ഛനോട് എടാ കളിക്കാതെ ഫോൺ തരാൻ പറഞ്ഞു. അപ്പം ഫോൺ മേടിച്ചുകൊണ്ട് പോയതിന് ദേഷ്യപ്പെട്ട് അച്ഛൻ അമ്മേനെ ഉപദ്രവിച്ചു. ഓക്കെ, സോ അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തോ ചെയ്യുന്നതെന്നൊന്നും നമുക്ക് ഓർമ്മ വരത്തില്ല. അതേപോലെ അമ്മ വേറൊരു ഇൻസിഡൻറ്റ് കേട്ടെന്ന് പറഞ്ഞാൽ ഒരച്ഛനാണെങ്കിൽ ഇതേപോലെ എക്സാമിൻ്റെ സമയത്ത് അമ്മ പറഞ്ഞു തരാം നീ ഫോൺ മാറ്റി വെച്ചിട്ട് എക്സാമിന് പോകാൻ പറഞ്ഞു. ഗോഡ് ബ്ലെസ് യു. അപ്പം എക്സാമിന് പോകാൻ പറഞ്ഞു. അപ്പം അച്ഛൻ എക്സാമിന് പോവാതെ കളിച്ചുകൊണ്ടിരുന്നു, പഠിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല, നീ എക്സാം എഴുതെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ അത് കേൾക്കാതെ ഇരുന്നപ്പോൾ അമ്മ എന്തോ ചെയ്തു? അമ്മ അച്ഛൻ്റെ നിന്ന് ഫോൺ മേടിച്ചുകൊണ്ട് പോയി. ഫോൺ മേടിച്ചുകൊണ്ട് പോയ ദേഷ്യത്തിന് അമ്മ കിച്ചണിലോട് പോയപ്പോൾ അമ്മയെ പിടിച്ചൊരു തെള്ളങ്ങ് തള്ളിയപ്പോൾ എന്തുവാ ആ അമ്മ അവിടെ മറിഞ്ഞടിച്ച് വീണ് തലയിടിച്ചിട്ട് എന്താ പറ്റി? തലയിടിച്ചിട്ട് ഈ അച്ഛൻ ഫോൺ എടുത്തോണ്ട് അങ്ങ് പോയി. അമ്മ വീണതോ ഒന്നും അച്ഛന് ശ്രദ്ധിക്കാതെ ഫോണും എടുത്തോണ്ട് പോയിട്ട് എന്താ പറ്റിയെന്ന് വെച്ചാൽ അമ്മ അവിടെ തന്നെ കിടന്നു. പിന്നെ അച്ഛന് വിശപ്പാറായപ്പോൾ അമ്മ എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞപ്പോൾ അമ്മ അനങ്ങുന്നില്ല, അമ്മ വിളിക്കുന്നില്ല. അപ്പം ദേഷ്യപ്പെട്ട് ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയപ്പോൾ അമ്മ തറയിൽ കിടക്കുന്നു. അപ്പോഴേ അച്ഛന് മനസ്സിലായ അയ്യോ ഞാൻ അമ്മനെ തള്ളിയിട്ടത്. പക്ഷെ അമ്മ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു എൻ്റെ മോനല്ല തള്ളിയെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ രക്ഷിച്ചുകൊണ്ട് അച്ഛൻ രക്ഷപ്പെട്ടു. അത് സ്റ്റിൽ ചെയ്തത് തെറ്റാ അല്ലേ? സോ നമുക്കൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ലപോലെ യൂസ് ചെയ്യുക, അഡിക്റ്റ് ആവാതെ യൂസ് ചെയ്യുക അല്ലേ? അത് ഫോൺ ആയാലും TV ആയാലും. ബൈ.